ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് നടത്തുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് ഈ സുപ്രധാന തീരുമാനം. ജാതി സെൻസസ് നടത്താനുള്ള ഭരണഘടനാ അധികാരം കേന്ദ്ര സർക്കാരിനാണെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. Under the leadership of our Prime Minister Shri Narendra Modi ji, the Cabinet Committee of Political Affairs has decided today, that is 30th April 2025, that caste enumeration should be included in the forthcoming census. This demonstrates that our government is committed to the values and interests of our society and country. Like വിനീത വി ജി ഡൽഹിയിൽ നിന്നും, ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുൺ എ ജോസും വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, അപ്രതീക്ഷിത തീരുമാനമാണ്. നമ്മൾ ഈ അതിർത്തിയിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആ വഴിക്കായിരിക്കും ഇന്നത്തെ ചർച്ചകൾ നടന്നിട്ടുണ്ടാവുക. അതിലെന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. അപ്രതീക്ഷിതമായാണ് അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനമായി ജാതി സെൻസസ് നടത്താനുള്ള ആ നീക്കം പ്രഖ്യാപിച്ചത്. ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. പ്രതിപക്ഷത്തിന് കിട്ടുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നൽകുന്ന ഒരു തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. എന്താണ് വിനീത, കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം? വിജയകുമാർ, ഇത് രാവിലെയോടുകൂടി ഏതാണ്ട് 3 മണിക്കൂറോളം ഈ മന്ത്രിസഭാ യോഗം നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ സ്വാഭാവികമായും പഹൽഗാം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായെങ്കിലും അത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പിന്നാലെ നടന്ന ബ്രീഫിംഗിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പിന്നാലെ അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ജാതി സെൻസസിന് നടത്താൻ മന്ത്രിസഭാ തീരുമാനം ഉണ്ടായിരിക്കുന്നു. അതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ ജാതി സെൻസസിനെ നേരത്തെ തന്നെ കോൺഗ്രസ് എതിർത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കോൺഗ്രസ് ജാതി സെൻസസ് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചതെന്നും അശ്വിനി വൈഷ്ണവ് ആരോപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സെൻസസ് പ്രക്രിയയുടെ ഭാഗമായി ജാതി സെൻസസ് നടത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ ഭരണഘടന അനുസരിച്ച് സെൻസസ് എന്ന് പറയുന്നത് കേന്ദ്ര വിഷയമാണെന്നും കേന്ദ്രത്തിനാണ് അതിനുള്ള അധികാരമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ചില ജാതി സർവേകൾ നടത്തി. അതൊട്ടും സുതാര്യമല്ല, അത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് എത്തേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത് ഈ ഘട്ടത്തിൽ. കാരണം ഈ ബീഹാറിൽ ജാതി സർവേ ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനമാണ് ബീഹാർ. ഈ ബീഹാറിൽ അടുത്ത 2-3 മാസത്തിനിടെയൊക്കെ ഏതാണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെയായി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ജാതി സെൻസസിന്റെ ആവശ്യം നേരത്തെ തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം BJP-യുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന JDU, ഘടകകക്ഷികൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന JDU നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക്, ജാതി സെൻസസ് നടപ്പാക്കുന്ന ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അത് ബീഹാറിൽ പാർട്ടിക്ക് രാഷ്ട്രീയമായി തന്നെ ഗുണം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായുള്ള വിലയിരുത്തലുകൾ. ഇതിൽ പ്രതിപക്ഷം വലിയ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളോ ഉണ്ടാകും. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന 2 വിവരങ്ങൾ: ഇന്ന് വൈകിട്ട് 7 മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കാണും. വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിജയകുമാർ. വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം. അത് പ്രതിപക്ഷം നേരത്തെ ഈ വിഷയം ഉയർത്തി കേന്ദ്ര സർക്കാരിനെ BJP ഒക്കെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അപ്രതീക്ഷിതമായി ആ തീരുമാനം കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനു ശേഷം അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്.